നമ്മുടെ വ്യത്യസ്തമായ ഈസ്റ്റർ കേക്കിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് പാലും ഒരു 50 ഗ്രാം ബട്ടറും കൂടി അടുപ്പിലോട്ട് വച്ചിട്ടുണ്ട്. നമ്മുടെ ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിയും 1 കപ്പ് മൈദയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. കട്ടയൊന്നും ഇല്ലാതെ നല്ല സോഫ്റ്റ് ആവുന്നവരെ മിക്സ് ചെയ്ത് എടുക്കണം. ഈ ചൂട് പാലിൽ കടന്ന് തന്നെ ഈ മാവ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. കണ്ടോ, ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു 4 മുട്ടയാണ്. നമ്മുടെ മുട്ടയും മഞ്ഞയും ഒന്ന് വേർതിരിക്കാം. മുട്ടയുടെ വെള്ളയും മഞ്ഞയും വേർതിരിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇതും നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ എഗ് വൈറ്റ്, നമ്മുടെ മുട്ടയുടെ വെള്ളയും ഒരു 4/1 കപ്പ് പഞ്ചസാരപ്പൊടി, ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 2-3 തുള്ളി വാനില എസൻസും ചേർക്കുക. ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചാലും ഇതുപോലെ ബീറ്റായി കിട്ടും. ഇലക്ട്രിക് ബീറ്ററിൻ്റെ സഹായം ഇല്ലാതെ തന്നെ നമ്മുടെ മുട്ടയുടെ വെള്ള ഇതുപോലെ ബീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എഗ്ഗിൻ്റെ യോൾക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് നമ്മുടെ മൈദയുടെ കൂട്ടും കൂടി നന്നായിട്ട് മിക്സാക്കി വച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മുട്ടയുടെ വെള്ളയും കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരുപാടിട്ട് ഇളക്കി കൊടുക്കരുത്, ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യാൻ മാത്രമേ പാടുള്ളൂ. ഇതിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഡിവൈഡ് ചെയ്യണം. കുറച്ച് നമുക്ക് ഇതിൻ്റെ പകുതിയിൽ ഞാൻ കുറച്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. ഞാൻ റോസ് ഫുഡ് കളറാണ് ചേർക്കുന്നത്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ തയ്യാറായി. ഇനി നമുക്ക് ഒരു അലൂമിനിയം ഫോയിലാണിത്. അത് നമുക്കിങ്ങനെ സെൻറ്ററിൽ വെച്ചിട്ട് നമുക്ക് 2 കളറിലായിട്ടാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഒരു ഭാഗത്തേക്ക് നമുക്ക് റോസ് കളറിലുള്ള കേക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. മറുഭാഗത്തേക്ക് നമ്മുടെ വൈറ്റ് കളറിലുള്ള കേക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഒരേ ലെവലാവാൻ ശ്രദ്ധിക്കണം, എന്നാലേ കറക്റ്റ് ലെവലായിട്ട് ഇരിക്കത്തുള്ളൂ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു 30-35 മിനിറ്റാണ് ബേക്ക് ചെയ്യേണ്ടത്. ഓവനിലല്ലാതെയും ബേക്ക് ചെയ്തെടുക്കാം. ഇത് ഞാൻ കപ്പ് കേക്കിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കപ്പ് കേക്ക് കൂടി തയ്യാറാക്കിയെടുക്കാം. ഇതൊരു 20 മിനിറ്റ് ബേക്ക് ചെയ്താൽ മതിയാകും. അപ്പോൾ ഓവനിലല്ലാതെയും ഇത് നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിരുന്നു. അപ്പോൾ വീഡിയോ കാണാത്തവർ അത് കാണുക. അപ്പോൾ 30 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്കൊക്കെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പയ്യെ എടുക്കാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം ഇങ്ങനെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്, അതും വ്യത്യസ്തമായൊരു കേക്കാണിത്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ നമ്മുടെ റിച്ചിൻ്റെ വിപ്പ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര പൊടി കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീമും ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ഡിവൈഡ് ചെയ്യാം. കുറച്ച് വിപ്പിംഗ് ക്രീമിലേക്ക് നമുക്ക് കുറച്ച് ഫുഡ് കളർ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീമും ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതൊരു 30 മിനിറ്റെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. കണ്ടോ, ഇതുപോലെ ഒന്ന് ഞാൻ കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നിൻ്റെ ഇടയിലേക്ക് കളറൊന്ന് വ്യത്യസ്തമായിട്ട് കൊടുക്കാം. ഇനി ഓരോന്നിലും നമുക്കിതുപോലെ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വയ്ക്കുക.
അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കേക്ക് റെഡിയായി. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ കേക്കാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.